ഇതിൽ കയറി വരുമ്പോ നമ്മള് ലിവിംഗ് റൂമിൽ മൊത്തം ആസ് യൂഷ്വൽ ഇതാ നിറച്ച് നിങ്ങളുടെ ഇത് ഇനി വേറെ കുറെ കാണണല്ലോ ഇതുപോലെ ട്രോഫികള്. അത് കുറെ നമ്മളെടുത്ത് മാറ്റി വെച്ചിരിക്കുന്നു. ഇതിൽ ഒതുങ്ങുന്നില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ കുറെ ഉണ്ട്, അത് കുറെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടാവും. സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് കാണിച്ചു തരാം. അത് ഞങ്ങൾ കാണിക്കാം കേട്ടോ. പക്ഷെ അതൊക്കെ മുന്നാടി ലിവിംഗ് റൂമിൽ നിന്ന് വരുമ്പോ നമ്മൾ സ്റ്റെയർ കയറുന്നതിന് മുമ്പ് there is this photo അല്ലെ, ഇതൊരു ഘടാഘടിയൻ ബുദ്ധനാണ്. ഭയങ്കര രസമാണ്. ടോളസ്റ്റ് പെയിന്റിംഗ് നമ്മൾ അതിനു വേണ്ടി ഒരു വേൾഡ് റെക്കോർഡിന്റെ ഇതിൽ പോയിട്ടുണ്ട്. വരപ്പിച്ചതാണ് അല്ലേ? This is beautiful കേട്ടോ. 24 ഫീറ്റ്. ഇതിനു വേണ്ടി ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്തത്. ഈ സ്പേസ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്തത്. ഇതാ അല്ല മൊത്തത്തിൽ ഇത് ആരുടെ ഐഡിയ ആയിരുന്നു? അതെന്താ ഐഡിയ? ക്രെഡിറ്റ് only belongs to. ആദ്യം ഞാൻ ചോദിച്ച പറഞ്ഞതാ ഇത് ഒരു മിക്സ് ആണ്. ഭാഗമാണ്. അല്ല ഈ 24 അടി എന്ത് ചെയ്യണം എന്നപ്പോ എനിക്ക് ഇവിടെ ഒരു വാട്ടർഫോൾ വെക്കണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ബുദ്ധന്റെ ഐഡിയ വന്നത് ചേട്ടനാണ്. എനിക്കും ഇഷ്ടപ്പെട്ട ഒരു ഐഡിയ ആണ്. പക്ഷെ ഇനി അങ്ങോട്ട് വേറെ പലതും നിങ്ങൾ കാണും, അതിലൊന്നും എനിക്ക് യാതൊരു പങ്കുമില്ല. ചേട്ടന്റെ മാത്രം ഇവിടെ നോക്കുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി മനസ്സിലാവാന്നല്ലേ. അച്ഛന്റെ സർട്ടിഫിക്കറ്റ് കാണിക്കാണ്ട് അവനൊരു സമാധാനം ഇല്ല. 10 പാസ്സായ സർട്ടിഫിക്കറ്റ് ആണോ? SSLC സർട്ടിഫിക്കറ്റ് എന്ന് പറയും, അതാണോ? പണ്ടൊക്കെ എന്ത് പ്രാധാന്യമാണ്. അപ്പൊ ദിസ് ഇസ് വാട്ട് ഇസ് ദിസ്? ഓഫീസ് റൂം കം ഹോം തിയേറ്റർ. സെറ്റപ്പ് ആണല്ലോ. ഇതാണ് പാച്ചൂസ് പാലസ്. ഓ നല്ല പേര്. ഓ ഇവിടെ ഇരുന്നിട്ടാണോ കാർട്ടൂൺസ് ഒക്കെ കാണാ? പാച്ചു എന്താ കൂടുതൽ കാണാ? അത് തുടങ്ങിച്ചതാണോ അവർ ഓട്ടോമാറ്റിക് ആയിട്ട് തുടങ്ങിയത്? ഞാൻ ഇവരോട് ആനിമൽ ക്യൂസ് ഒക്കെ കളിക്കാറുണ്ട്. ആനിമൽ ക്യൂസില് മിക്കവാറും ഇവനാ ജയിക്കുന്നത്. ഒരുപാട് ആനിമൽസ്. ആൻഡ് ഹി ടോൾഡ് മീ ചെസ്സില് രാഹുലിനെ തോൽപ്പിച്ചു. ജയിക്കൂല, അതുകൊണ്ട് ചെറുതായിട്ട് ചീറ്റ് ചെയ്ത് നോക്കി അത് പിടിച്ചു. ഇതാണ് പാച്ചു പറഞ്ഞ ഫോട്ടോ. പാച്ചു ഇത് എന്ത് സർട്ടിഫിക്കറ്റ് അച്ഛന്റെ? പറഞ്ഞു കൊടുത്തേ. ഓ എന്താ എന്താ അമേസിംഗ്? ഗിന്നസിന്റെ ടാഗ് ലൈനാ ഒഫീഷ്യലി അമേസിംഗ് സർട്ടിഫിക്കറ്റ്. ഓ ആ പറയപ്പോ ഗിന്നസ് വേൾഡ് റെക്കോർഡാണ് അല്ലേ? പറഞ്ഞു കൊടുക്കുന്നത് എന്തിനാ കിട്ടിയെന്നൊക്കെ. ഇത് ഞാനൊരു 6 ഗിന്നസ് വേൾഡ് റെക്കോർഡിന്റെ ഭാഗമായിട്ടുണ്ട്. 7 ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്, 3 ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഇത് ആസ് എ ഫിലോസഫർ കാര്യങ്ങൾ അവര് ലാർജസ്റ്റ് അസസ്മെന്റ് ടെസ്റ്റിന്റെ ഭാഗമായിട്ടൊക്കെ തന്നതാണ്. ഓ നൈസ്. ബാക്കി കൂടെ കാണിക്കാൻ നോക്ക്. ബാക്കി കാണാം. ഇതാണ് ഹോം തിയേറ്റർ കേട്ടോ. നൈസ് കേട്ടോ. അപ്പുറത്ത് കണ്ടില്ലല്ലേ? ഇല്ല അപ്പുറത്ത് കണ്ടില്ല. എന്നാ അപ്പുറത്ത് കണ്ടിട്ട് പോവാം. പച്ചു ഒന്ന് മാറി. അപ്പുറത്ത് ഭയങ്കര രസമുള്ള ഒരു കാഴ്ചയുണ്ട്. അത് നിങ്ങൾ താഴെ ഇറങ്ങി മേളിലോട്ട് നോക്കുമ്പോഴാണ് കാണുന്നത്. രസം വരുന്നതല്ലേ? ആ മോനെ ഇതുണ്ട്, ഇവിടെ കണ്ട ഞങ്ങൾ ഇറങ്ങിക്കോളാം. റിസ്ക് പാച്ചു റിസ്ക്. ഓ ഇത് കണ്ടില്ലല്ലേ? അല്ലതിപ്പോ അവന് മാത്രല്ലല്ലോ റിസ്ക്. മഞ്ജുവും കണ്ടില്ല. ഈ വഴിയാണ് കയറി വരുന്നത്, എന്റെ ഒരു ഓഫീസ് റൂം പോലെ. ഇവിടുന്ന് ഈ വഴിയും ഒരു എൻട്രൻസ് ഉണ്ട് അല്ലേ? ഇതാണ്. ആ വാവ്, ഞാനിത് ഇപ്പോഴാണ്. ഓ നൈസ് കേട്ടോ. ലുക്ക് ബൈ ശ്രീജിത്ത്. ശ്രീജിത്ത് ആണോ? ശ്രീജിത്താണ് പെയിന്റ് ചെയ്തത്. ഇതെല്ലാം ശ്രീജിത്ത് ചെയ്താണ്. ശ്രീജിത്ത് ഇവിടെ താമസിച്ച ശ്രീജിത്ത് നമ്മുടെ സുഹൃത്തും കൂടെയാണ്. താമസിച്ച് വായന ഞാൻ ചോദിക്കണമെന്ന് വിചാരിക്കായിരുന്നു. എത്ര ബുക്കുകൾ വായിച്ചിട്ടുണ്ട് മൊത്തം? ഈ ഇരിക്കുന്നത് മൊത്തം വായിച്ചു കഴിഞ്ഞാണോ? ഇതിൽ കൂടുതലുണ്ട്. വേറെ നമുക്കൊരു ഫ്ലാറ്റും കൂടെ ഉണ്ട്, അവിടെ കുറെ പുസ്തകത്തിന്റെ കളക്ഷൻ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ റിപ്പീറ്റ് റീഡിംഗ് വെച്ചേക്കുന്നതാണോ? കൂടുതലും റിപ്പീറ്റ് റീഡിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലരും അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാറില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യങ്ങളല്ല രണ്ടാമത് വായിക്കുമ്പോൾ മനസ്സിലാകുന്നു. സിനിമയുടെ കാര്യത്തിൽ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. ബുക്കുകൾ കുറെ കൂടെ ലേയേർഡ് ആണ്. 2-3 പ്രാവശ്യം വായിക്കുമ്പോൾ നമ്മൾ കാണാത്ത ഒരുപാട് ലേയേഴ്സ് കാണും. ഇതിൽ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള ബുക്ക് വെച്ച് ഏതാ പറയാ? ശശി തരൂരിന്റെ പുസ്തകങ്ങൾ നല്ലതാണ്. സാപ്പിയൻസ് നല്ലതാണ്. വിവേകാനന്ദ സ്വാമിയുടെ പുസ്തകങ്ങൾ നല്ലതാണ്. മഹാത്മാഗാന്ധിയുടെ പുസ്തകങ്ങളുടെ ഒരു കളക്ഷൻ ഉണ്ട്. അങ്ങനെ ഇതെടുക്കാൻ തന്നെ ഇത് മാത്രം ഒരു എക്സ്ക്ലൂസീവ് ടൂർ ആയിട്ട് വെക്കേണ്ടി വരും അല്ലേ? ഏറെക്കുറെ. വാ നമുക്ക് പുറത്തോട്ട് പോവാം. ദീപ വായിക്കൂലേ? ഞാൻ വായിക്കും. പക്ഷെ ഞാൻ വായിക്കുന്നില്ല ഷെർലോക്ക് ഹോംസ് ഫിക്ഷൻ. അപ്പൊ ദീപയുടെ ബുക്കുകളുണ്ട് ഇതിന്റെ അകത്ത്? അതിനൊന്നും ഇവിടെ സ്ഥാനില്ല. നമ്മൾ താഴത്തെ ആക്ച്വലി കണ്ടിട്ടില്ല കേട്ടോ മുഴുവനായിട്ട്. അതാ പാച്ചു നമ്മളെ വിളിച്ച് മുകളിലേക്ക് അച്ഛന്റെ സർട്ടിഫിക്കറ്റ് കാണിക്കാൻ കൊണ്ടുവന്നായിരുന്നേ. താഴത്തേക്ക് പോവാം, പക്ഷെ അതിന് മുന്നേ എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് പോവാം. അല്ല വരുന്നില്ലേ പയ്യെ? അതെ അമ്മേ ഇതെന്ത് റൂമാ? അതൊരു മെയ്ഡ്സ് റൂം പോലെ. അതാണ് പാച്ചുക്കുട്ടന്റെ റൂം. ഓ ദിസ് ഈസ് സ്പൈഡർമാൻ ഫാൻ ആണോ?
സ്പൈഡർമാൻ സൂപ്പർ ഹീറോ ഫാൻ. സൂപ്പർ ഹീറോ. സ്പൈഡർമാൻ ആണോ സൂപ്പർ ഹീറോസിൽ ഏറ്റവും ഇഷ്ടം? ഇഷ്ടാണോ? വേറെ ആരെയും ഇഷ്ടം സൂപ്പർ ഹീറോസിൽ? ഇത് നിറച്ച് ടോയ്സ് ഉണ്ടല്ലോ പാച്ചു. കുറച്ച് പാവം ടോയ്സ് ഇല്ലാത്ത കുട്ടികൾക്ക് കൊടുത്തൂടെ? കുറച്ച് പാവം ടോയ്സ് ഇല്ലാത്ത കുട്ടികൾക്ക് കൊടുത്തൂടെ? ഇല്ലാന്ന്. ഇതിൽ ഏതാ ഫേവറേറ്റ് ടോയ്? പാമ്പോ? സ്പൈഡർമാൻ. ഈ സ്പൈഡർമാൻ കുട്ടിയൊക്കെ ഉണ്ടല്ലോ. ഇത് സ്പൈഡർമാൻ ശരിക്കും കുട്ടിയില്ലേ? കുട്ടി അവിടെ നിന്ന് ആണോ? എവിടെ അറിഞ്ഞൂടെ? ഇതൊക്കെ സൂക്ഷിക്കണ്ടേ? കമോൺ. ഇതാണ് പാച്ചുന്റെ റൂം. നൈസ് അല്ലേ? ഇതും ഈവനിങ് ആയി കഴിഞ്ഞാൽ പാച്ചൂസ് പ്ലേ ഏരിയ ആണ്. ഇവിടെ ഉണ്ടല്ലോ കൊറേ. പാച്ചുവേ ഇവിടെ വന്നിട്ട് എന്താ കളിക്കാ? എന്തുകൊണ്ടിരുന്നു? കാല് പൊള്ളുന്നു. ചൂടുണ്ട് അല്ലേ? നല്ല വെയിലാണ്. ഇതൊക്കെ എവിടെന്ന് ഈ ടോയ്സ് ഒക്കെ കളക്ട് ചെയ്ത് വെച്ചേക്കുന്ന? കൊറേ ഉണ്ടല്ലോ. ആനിമൽ അഡിക്റ്റ് ആണ് അച്ഛൻ ഡിബേറ്റ് അഡിക്റ്റ്. ഇത് ഈ ഊഞ്ഞാല് കൊള്ളാലോ. ഇതാണോ നിങ്ങളുടെ ഫേവറേറ്റ് പ്ലേസ്? ഇവിടെ ആക്ച്വലി കുറച്ചുകൂടി സെറ്റ് ചെയ്യാനുണ്ട്. നമ്മൾ ഇവിടെ ഫർണിച്ചർ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ ആക്ച്വലി ഒരു ഫർണിച്ചർ ലോഞ്ച് ഏരിയ പോലെ ആക്കണം. വീണ്ടും ഇതൊരു 140-130 സ്ക്വയർ ഫീറ്റ് ഉള്ള ഞങ്ങളിത് പൊക്കി ഇങ്ങനെ ചെയ്തതാണ്. ഇതും ഗിന്നസ് വേൾഡ് റെക്കോർഡിന് കൊടുത്തിട്ടുണ്ടോ? എന്തോ ഇത് ഏറ്റവും വൺ ഓഫ് ദി ലാർജസ്റ്റ് ഫേസ് വാൾ പെയിന്റിംഗ്. ഏതോ ഒരു ടീം ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അതും അതായത് ഫേസ് മാത്രമുള്ള ജീസസ് ക്രൈസ്റ്റിന്റെ ഏറ്റവും വലിയ. അല്ല, ആക്ച്വലി ഗിന്നസ് വേൾഡ് റെക്കോർഡിന് വേണ്ടി അങ്ങനെ ആക്കിയതാണോ? അങ്ങനെയല്ല, നമ്മളത് താല്പര്യം കൊണ്ട് ചെയ്തതാണ്. ചെയ്തപ്പോൾ ആരൊക്കെ ഒരാള് എന്താ വേൾഡ് റെക്കോർഡ്സിന്റെ സാധനങ്ങളും ഇങ്ങനെ കുറെ സാധനങ്ങൾ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഗാന്ധിജിയുടെ ആദ്യം കൊടുക്കാന്ന് വെച്ചാൽ ഗാന്ധിജിയുടെ 3rd ബിഗസ്റ്റോ അങ്ങനെ എന്തോ ആണ്. ഫസ്റ്റ് അല്ല. നമുക്ക് ഫസ്റ്റ് അടിക്കണം എന്നല്ലേ? ഇത് ബുദ്ധന്റെ ടോളസ്റ്റ് ആയിരിക്കും. പക്ഷേ ജീസസ് ക്രൈസ്റ്റിന്റെയും ലാർജസ്റ്റ് ഫേസ് വാൾ പെയിന്റിംഗ് ആയിരിക്കും. ഇത് ഈ വാൾപേപ്പർ ഇത് സെപ്പറേറ്റ് വാൾപേപ്പർ ഒട്ടിച്ചേക്കുന്നതാണോ പെയിന്റ്? പക്ഷെ രാത്രി നല്ല ഭംഗിയാ. ചെറിയൊരു ഗ്ലോസ് ഒരു ഷൈൻ വരും. ഓക്കെ. പാച്ചു വീടിന്റെ താഴ്ത്ത് കാണിച്ചതായോ? വിളിച്ചോണ്ട് വന്നതല്ലേ? ബാ പയ്യെ 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 ബാ പയ്യെ ഇറങ്ങണേ. നമ്മളിവിടെ ബാൽക്കണി എന്നുള്ള വ്യൂ കാണിക്കാം. ഇവിടെ ബാൽക്കണി ഉണ്ടോ? ബാൽക്കണി ഇവിടെ ഞങ്ങളുടെ ബെഡ്റൂമിൽ ഒരു ബാൽക്കണി ഉണ്ട്. ബെഡ്റൂം എടുക്കണ ബെഡ്റൂം അലമ്പാണ്. ബെഡ്റൂം എടുക്കണ്ട, ബെഡ്റൂം മൊത്തം അലമ്പാണ്. അലമ്പാണ്. ഈ വ്യൂ കിട്ടാ ദീപ ഇവിടെ അങ്ങോട്ട് ഇടണമെന്നാണ്. അതാണ് നേരത്തെ പറഞ്ഞ കോൺട്രവേഴ്സി അല്ലേ? തെക്കോട്ട് തല വെച്ച് കിടക്കരുതെന്ന് പറഞ്ഞതും വ്യൂവിന്റെ പേരിൽ ഇടി പിടിച്ചു. അപ്പൊ ഇനി അറിയാത്തവർക്ക് പറയാം, തെക്കോട്ട് തല വെച്ച് കിടക്കുന്നത് നല്ലതല്ല എന്ന് ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് ദീപയും. പക്ഷെ തെക്കോട്ട് തല വെച്ച് കിടന്നാലേ നല്ല അതെ ബ്യൂട്ടി. അപ്പൊ അതിന് തിലകൻ സർ പറഞ്ഞ ഒരു ഡയലോഗ് വെച്ച് ദീപയെ നല്ല ഇവിടെ നല്ല പ്രത്യേകിച്ച് മഴയൊക്കെ പെയ്യുമ്പോ ബ്യൂട്ടിഫുൾ അല്ലേ? ഭയങ്കര ലോങ്ങിലേക്ക് പോകുന്നത് ഭയങ്കര രസമുള്ള ഒരു വ്യൂ ആണ്. ഇത് ആക്ച്വലി നിറച്ച് കാട് പോലത്തെ സ്ഥലമൊക്കെ ഉള്ള സ്ഥലമാണല്ലോ. കണ്ടുപിടിച്ചാണ് അങ്ങനെ ഭയങ്കര പച്ചപ്പ് ഗ്രീനറി. അത് ഈ സ്ഥലം മേടിച്ച് വീട് വെച്ചാണ്? സ്ഥലം ഓൾറെഡി വീട് ഉണ്ടായിരുന്നു, നമ്മൾ അതിനെ അപ്ഗ്രേഡ് ചെയ്തു. ഫുൾ കൺസ്ട്രക്ട് ചെയ്തു. 4000 സ്ക്വയർ ഫീറ്റോളം നമ്മൾ അതിനെ കൺസ്ട്രക്ട് ചെയ്തു. നൈസ്. ഇതിപ്പോ രാത്രിയൊക്കെ ആകുമ്പോ വന്ന ആംബിയൻസ് ആയിരിക്കും അല്ലേ? രാത്രി എടുത്താ മതിയായിരുന്നു. ലോകത്തുള്ള മലയാളികൾക്കെല്ലാം അറിയാവുന്ന ആള് തന്നെയാണ് രാഹുൽ ഈശ്വർ. രാഹുൽ ഈശ്വറിന്റെ ഓരോ നിലപാടുകളും നിരൂപണങ്ങളും വിമർശനങ്ങളും ഒക്കെ അതിൻ്റെതായ പക്വതയോടുകൂടി സ്വീകരിക്കാറുമുണ്ട്, തള്ളിക്കളയാറുമുണ്ട് മലയാളികൾ. തള്ളേണ്ടതെല്ലാം തള്ളുകയും കൊള്ളേണ്ടതെല്ലാം കൊള്ളുകയും ചെയ്യുന്ന ഒരു രീതി തന്നെയാണ് മലയാളികൾക്ക് രാഹുൽ ഈശ്വറിനോട്. പല കാര്യങ്ങളിലും രാഹുൽ ഈശ്വർ എടുക്കുന്ന നിലപാടിനോട് നമുക്ക് യോജിപ്പുണ്ടാകുന്ന സമയത്ത് തന്നെ പല കാര്യങ്ങളിലും യോജിപ്പില്ലാത്തതും ഉണ്ടാവുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളിലും തുറന്ന് സംസാരിക്കാനുള്ള അവകാശം മറ്റ് ഏതൊരാൾക്കും അദ്ദേഹം നൽകുന്നുണ്ട്. എന്താണെങ്കിലും അഭിനേതാക്കളെ പോലെ തന്നെ സെലിബ്രിറ്റീസിനെ പോലെ തന്നെ മലയാളത്തിലെ വിമർശകരെയും കാണാനുള്ള ഇഷ്ടം മലയാളികൾക്കുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് രാഹുൽ ഈശ്വർ. സമൂഹത്തിലെ ഏത് കാര്യത്തെക്കുറിച്ചും അത് വിമർശനം നേരിടേണ്ട കാര്യമാണെങ്കിൽ അതിനെ വിമർശിക്കുകയും അല്ലെങ്കിൽ അതൊരു സപ്പോർട്ട് കിട്ടേണ്ട കാര്യമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് രാഹുൽ ഈശ്വർ. അദ്ദേഹത്തിന്റെ ഭാര്യ ദീപയും നമുക്കറിയാം.
മലയാളി ഹൗസിലൂടെ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ആളാണ് രാഹുൽ ഈശ്വർ. അദ്ദേഹത്തിന് 2 മക്കളാണുള്ളത്. സെലിബ്രിറ്റീസിന്റെ വീടും അവർ പഠിച്ചതും അവരുടെ റൂമും ബാഗും ഒക്കെ കാണാൻ നമുക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാണല്ലേ. അതുപോലെ തന്നെ ആണ് രാഷ്ട്രീയക്കാരുടെ വീടുകളൊക്കെ കാണാൻ, അവരുടെ കുടുംബത്തെ കാണാനും പരിചയപ്പെടാനും, അവരുടെ മനോഹരമായ വീടുകളും അവരുടെ പുസ്തക ശേഖരണവും ഒക്കെ കാണാനും എല്ലാവർക്കും ഇഷ്ടമാണ്. അത്തരത്തിൽ രാഹുൽ ഈശ്വറിന്റെ വീടിന്റെ മനോഹരമായൊരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലായി മാറുന്നത്. 4000 സ്ക്വയർ ഫീറ്റിലെ അതിമനോഹരമായ ഒരു വീടെന്ന് തന്നെ പറയണം ആ വീടിനെ. ഓരോ കോണുകളിലും അദ്ദേഹം തന്റെ കലാത്മകത ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയാം. 2 ആൾ പൊക്കത്തിലുള്ള ബുദ്ധനാണ് ആ വീട്ടിലെ ഏറ്റവും വലിയ ആകർഷണം. ഇതെല്ലാം തന്നെ രാഹുൽ ഈശ്വർ വരച്ചതാണെന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ഞെട്ടും. ബുദ്ധനും യേശുവും മാത്രമല്ല, എണ്ണിയാലൊടുങ്ങാത്ത പുസ്തകങ്ങളും ആ വീട്ടിന്റെ മാറ്റുകൂട്ടുന്നുണ്ട്. 1 മാസത്തോളം 2 മാസത്തോളം ഒക്കെ എടുത്താണ് രാഹുൽ ഈശ്വർ ഈ ചിത്രം വരെയൊക്കെ പൂർത്തിയാക്കിയത്. നമ്മൾ കണ്ടിട്ടുള്ള നിരൂപകൻ, വിമർശകൻ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം ഉപരി അദ്ദേഹം നല്ലൊരു ആർട്ടിസ്റ്റ് കൂടിയാണ് എന്ന് നമുക്ക് മുന്നിൽ തെളിയിക്കുകയാണ്. ആ വീടിന്റെ മുക്കും മൂലയും കാണുമ്പോഴും പ്രകൃതി രമണീയമായ അതിന്റെ ബാൽക്കണിയിലേക്ക് പോകുമ്പോഴും ഇത്രയും മനോഹരമായ ഒരു വീട് രാഹുൽ ഈശ്വറിന്റെ സൃഷ്ടിയാണോ എന്ന് നമുക്കൊന്ന് അമ്പരന്ന് തോന്നും. എന്താണെങ്കിലും മനോഹരമായ വീടിന്റെ കാഴ്ചകൾ കാണാം.